നമസ്തേ, രാധേ കൃഷ്ണ. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് നമ്മുടെ കണ്ണൻ നമ്മളിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്നതിനെ കുറിച്ചിട്ടാണ്. നമ്മുടെ കണ്ണിന് എന്താണ് നമ്മളിൽ നിന്ന് വേണ്ടത്? നല്ല വിലപിടിപ്പുള്ള വഴിപാടുകളോ വിലപിടിപ്പുള്ള ആഭരണങ്ങളോ അങ്ങനെ എന്തെങ്കിലും ആണോ വേണ്ടത്? സ്വർണം, വെള്ളി അങ്ങനെ എന്തെങ്കിലും ആണോ നമ്മളുടെ കണ്ണൻ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? നമ്മളിൽ പലരും വഴിപാടുകൾ വിചാരിക്കുമ്പോൾ, എന്തെങ്കിലും കാര്യം നടക്കാൻ വേണ്ടിയിട്ട് വഴിപാടുകൾ വിചാരിക്കുമ്പോൾ നമ്മൾ പറയും, ഇന്ന കാര്യം സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര രൂപേൻ്റെ വഴിപാട് നടത്താം, അല്ലെങ്കിൽ ഇന്ന വഴിപാട് നടത്താം എന്നൊക്കെ നമ്മൾ പറയും. ഒരു 1000 രൂപ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് 10 രൂപ നമ്മൾ കണ്ണിന് വേണ്ടിയിട്ടും കൊടുക്കാൻ തയ്യാറായിട്ടിരിക്കും. പക്ഷെ നമ്മൾ ഈ കൊടുക്കുന്നത് ആർക്കാണ്? നമ്മൾക്ക് ഈ 1000 രൂപ തന്നത് ആരാണ്? ആ തന്ന ആൾക്ക് തന്നെ അതിൽ നിന്ന് 10 രൂപ നമ്മൾ തിരിച്ചു കൊടുക്കുകയാണോ? അതാണോ വഴിപാടെന്ന് പറയണത്? ഈ തരുന്ന ആൾ ആരാണ്? നമ്മുടെ കണ്ണൻ എന്ന് പറഞ്ഞത് ആരാണ്? വിഷ്ണു ഭഗവാൻ എന്ന് പറഞ്ഞത് ആരാണ്? സാക്ഷാൽ ലക്ഷ്മി ദേവിയുടെ ഭർത്താവ്. നമ്മൾക്ക് എല്ലാ ഐശ്വര്യങ്ങളും തരുന്ന നമ്മുടെ ലക്ഷ്മി ദേവിൻ്റെ ഭർത്താവിനോടാണോ നമ്മൾ പറയണത് ഇത്ര 10 രൂപ തരാം, 100 രൂപ തരാം, അത്രയും രൂപേൻ്റെ വഴിപാട് നടത്താം എന്നൊക്കെ നമ്മൾ ആരോടാണ് ഈ വില പേശുന്നത്? നമ്മുടെ കണ്ണനോടോ? നമ്മൾക്ക് എല്ലാം തരുന്ന നമ്മുടെ കണ്ണനോട് തന്നെയാണ് നമ്മൾ തിരിച്ച്, നീ തന്നതിൽ നിന്ന് ഞാൻ കുറച്ച് നിനക്ക് തരാം, എൻ്റെ ആ കാര്യങ്ങൾ നടത്തി തരൂ, ഈ കാര്യങ്ങൾ നടത്തി തരൂ എന്ന് പറയണത്. നമ്മളെ തന്നെ ഉണ്ടാക്കിയത് ആരാണ്? നമ്മളുടെ ഈ ശരീരം, നമ്മളുടെ ഈ ആത്മാവ്, നമ്മളുടെ ഈ ശ്വാസം, ഈ ബുദ്ധി, ഇതൊക്കെ നമ്മൾക്ക് തന്നിട്ടുള്ള ആളാരാണ്? ആ ബുദ്ധി കൊണ്ടാണോ നമ്മൾ ചിന്തിക്കുന്നത് നമ്മളുടെ കണ്ണനോട് നമ്മൾക്ക് വില പേശാമെന്ന്? നമ്മളുടെ കണ്ണൻ തന്നിട്ടുള്ള ആ ബുദ്ധി കൊണ്ടാണോ നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നത്? നമ്മുടെ കണ്ണൻ തന്നിട്ടുള്ള ആ നാവ് കൊണ്ടാണോ നമ്മൾ കണ്ണനോട് തിരിച്ച് വില പേശിക്കൊണ്ടിരിക്കുന്നത്? ഇത് എല്ലാം നമ്മളെ ഇങ്ങനെ ആക്കിയിട്ടുള്ള, ഇങ്ങനെ സൃഷ്ടിച്ചിട്ടുള്ള നമ്മുടെ കണ്ണനോട്, ആ കണ്ണനോട് നമ്മൾ വില പേശിയാണ് ഇന്ന കാര്യം സാധിച്ചു തന്നാൽ ഇന്നത് ഞാൻ തരാമെന്ന്. എന്തിൻ്റെ കുറവുണ്ടായിട്ടാണ് നമ്മുടെ കണ്ണിന്? നമ്മുടെ കണ്ണിന് എന്തിൻ്റെ കുറവാണ്? ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചിട്ടുള്ള നമ്മുടെ കണ്ണിന്, ആ കണ്ണനാണോ നമ്മുടെ 100 രൂപേൻ്റെ വഴിപാടോ അല്ലെങ്കിൽ സ്വർണ്ണക്കിരീടമോ വെള്ളിക്കിരീടമോ അല്ലെങ്കിൽ മാലയോ അങ്ങനെ എന്താണെങ്കിലും ഇതൊക്കെ നമ്മുടെ കണ്ണിന് ആവശ്യമുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ആ ഒരു സാധനം കിട്ടാൻ വേണ്ടിയിട്ടാണോ നമ്മുടെ കണ്ണൻ നമ്മൾക്ക് നമ്മളുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നതും നമ്മളുടെ ആവശ്യങ്ങൾ സാധിച്ചു തരുന്നതൊക്കെ? അതൊക്കെ നമ്മുടെ ഏറ്റവും വലിയൊരു തെറ്റിദ്ധാരണയാണ്. ഈ ഒരു സാധനത്തിന് വേണ്ടിയിട്ട് നമ്മുടെ കണ്ണൻ നമ്മൾക്ക് ആ കാര്യങ്ങൾ സാധിച്ചു തരും എന്ന് നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ ഏറ്റവും വലിയ മണ്ടത്തരം തന്നെയാണത്. ഇത്രയും വലിയ പ്രപഞ്ചം സൃഷ്ടിച്ചിട്ടുള്ള ആൾക്ക് നമ്മൾക്ക് എന്തുണ്ടോ അതെല്ലാം നമ്മൾക്ക് തന്നിട്ടുള്ള ആ ആൾക്ക് എന്തിൻ്റെ കുറവുണ്ടായിട്ടാണ്? സാക്ഷാൽ ലക്ഷ്മി ദേവി തന്നെ ഭാര്യയായിട്ടിരിക്കുന്ന നമ്മുടെ കണ്ണനോടാണോ നമ്മൾ പറയണത് ഞാൻ സ്വർണ്ണ കിരീടം തരാം, സ്വർണത്തിൻ്റെ മാല തരാം, വെള്ളി കിരീടം തരാം എന്നൊക്കെ നമ്മൾ ആരോടെ വില പേശുന്നത്? നമ്മുടെ കണ്ണനോടോ? ഇതൊക്കെയാണോ നമ്മുടെ കണ്ണൻ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? അത് പ്രതീക്ഷിച്ചിട്ടാണോ നമ്മുടെ കണ്ണൻ നമ്മൾക്ക് നമ്മളുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നതും നമ്മുടെ ആവശ്യങ്ങൾ സാധിച്ചു തരുന്നതൊക്കെ? അത് മാത്രമല്ല, ഇനി ഈ വഴിപാടുകൾ നടത്തണമെങ്കിൽ തന്നെ 4 ആൾക്കാരെ അറിയിക്കാണ്ട് നമുക്ക് നടത്താനും പറ്റില്ല. എന്ത് കണ്ണിന് കൊടുക്കുകയാണെങ്കിൽ ഒരു 4 ആൾക്കാരെ അറിയിക്കണം, നാട്ടുകാരെ മൊത്തം അറിയിക്കണം. ഇനിയിപ്പോൾ അത് സ്വർണത്തിന് എന്തെങ്കിലും ആണെങ്കിൽ പിന്നെ പറയും വേണ്ട. ഇതൊക്കെ ആരെ ബോധിപ്പിക്കാനോ? നമ്മുടെ കണ്ണനെ ബോധിപ്പിക്കാനോ? അങ്ങനെ ബോധിപ്പിക്കേണ്ട ഒരാളാണോ നമ്മുടെ കണ്ണെന്ന് പറയണത്? മൂപ്പര് ഇപ്പം നമ്മുടെ കയ്യിലുള്ള ഒരു 100 രൂപേൻ്റെ വഴിപാടിന് വേണ്ടിയിട്ടാണോ നമ്മളുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നത്, നമ്മൾക്ക് ആ കാര്യങ്ങളൊക്കെ സാധിച്ചു തരുന്നത്? ഇത്ര തുച്ഛമായ ഒരു ആളായിട്ടാണോ നമ്മുടെ കണ്ണനെ നമ്മൾ കണ്ടിരിക്കുന്നത്? നമ്മുടെ കണ്ണൻ ആരാ? നമ്മുടെ വേലക്കാരനോ? നമ്മൾ ഓരോ കാര്യങ്ങൾ സാധിച്ചു തന്നാൽ ഇന്നത് തരാം എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ ദാസനായിട്ടിരിക്കുന്ന ആളാണോ നമ്മുടെ കണ്ണെന്ന് പറയുന്നത്? ഇന്ന കാര്യം സാധിച്ചു തന്നാൽ ഞാൻ ഇന്നത് തരാം എന്ന് പറയാൻ വേണ്ടിയിട്ട് അതിന് നമ്മൾക്ക് എന്ത് അർഹതയുള്ളത്? നമ്മൾ ആരാണെന്നാണ് നമ്മുടെ വിചാരം? അതിന് മാത്രം ആയിക്കണോ നമ്മുടെ കണ്ണനോട് നമ്മൾ വില പേശാൻ വേണ്ടിയിട്ട്? അതിന് മാത്രം വളർന്നിട്ടുണ്ടോ നമ്മൾ? സാക്ഷാൽ ലക്ഷ്മി ദേവിൻ്റെ ഭർത്താവിനെയാണ് നമ്മൾ ഭൃത്യനാക്കിയിട്ട് നമ്മുടെ ദാസനായിട്ട് വെച്ചിരിക്കുന്നത് ഓരോ കാര്യങ്ങൾ നടത്തി തരാൻ വേണ്ടിയിട്ട്. പിന്നെയുണ്ട് ലക്ഷ്മി ദേവി നമ്മുടെ കൂടെ നിൽക്കുക. ഇത്രയും അഹങ്കാരം നമ്മൾക്കുണ്ടെങ്കിൽ ഇത്ര തുച്ഛമായിട്ട് നമ്മൾ നമ്മുടെ കണ്ണനെ കാണാൻ പാടില്ല.
മൂപ്പര് നമ്മുടെ കയ്യിലുള്ള ആ ഒരു കുറച്ച് ധനത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സ്വർണത്തിന് വേണ്ടിയിട്ടോ നമ്മളുടെ കൂടെ നിൽക്കും, നമ്മൾക്ക് വേണ്ടി കാര്യങ്ങൾ സാധിച്ചു തരും എന്നൊന്നും നമ്മൾ വിചാരിക്കരുത്. ഇത്ര തുച്ഛമായിട്ട്, ഇത്ര ഒരു മോശമായിട്ട് നമ്മുടെ കണ്ണനെ നമ്മൾ ഒരിക്കലും കാണരുത്. മൂപ്പരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരബ്രഹ്മമാണ്. അങ്ങനത്തെയുള്ള ആളോടാണോ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നടത്തി തരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അത് തരാം ഇത് തരാമെന്ന് പറയണത്? ഇത് കണ്ടിട്ട് കണ്ണൻ എന്താ ഭ്രമിച്ചു പോകുമോ? നമ്മളുടെ വഴിപാടുകൾ കണ്ടിട്ട് കണ്ണൻ ഭ്രമിച്ചു പോകുമെന്ന് തോന്നുന്നുണ്ടോ? ഇതൊന്നല്ല നമ്മുടെ കണ്ണന് വേണ്ടത്. നമ്മളിൽ നിന്ന് നമ്മുടെ കണ്ണന് വേണ്ടത് നമ്മുടെ സ്നേഹം മാത്രമാണ്. അത് മാത്രം മതി. അല്ലാണ്ട് വേറെ ഒന്നും നമ്മളിൽ നിന്ന് കണ്ണൻ പ്രതീക്ഷിക്കുന്നില്ല. കണ്ണൻ അത് വേണ്ട താനും. കാരണം ഇതൊക്കെ തന്നിരിക്കുന്നത് കണ്ണൻ തന്നെയാണ്. നമ്മൾക്ക് ഉള്ള എല്ലാ ധനങ്ങളും എല്ലാ സ്വർണങ്ങളും ആഭരണങ്ങളും എല്ലാം നമ്മൾക്ക് എന്തൊക്കെ ഉണ്ടോ അതൊക്കെ നമ്മൾക്ക് തന്നിരിക്കുന്നത് നമ്മുടെ കണ്ണൻ തന്നെയാണ്. അതിന് മൂപ്പർക്ക് ഒരു കുറവും അവിടെ ഇല്ല. ഇത് തന്നെ തിരിച്ചു കൊടുത്തിട്ട് നമ്മൾക്ക് ഓരോ കാര്യങ്ങൾ സാധിപ്പിക്കാൻ വേണ്ടിയിട്ട് മൂപ്പർക്ക് ഒരു കുറവുമില്ല. ഇതെല്ലാം നമ്മൾക്ക് തന്നിരിക്കുന്നത് നമ്മുടെ കണ്ണനാണ്. പക്ഷേ നമ്മളുടെ കയ്യിലുള്ള ഒരു സാധനം, നമ്മൾ തന്നെ സൃഷ്ടിക്കുന്ന ഒരു സാധനം, അതാണ് നമ്മുടെ കണ്ണിന് വേണ്ടത്. അതാണ് നമ്മുടെ സ്നേഹം എന്ന് പറയുന്നത്. ബാക്കി എന്തൊക്കെ ഉണ്ടോ അതൊക്കെ നമ്മുടെ കണ്ണൻ നമ്മൾക്ക് തന്നിട്ടുള്ളതാണ്. നമ്മളിൽ നിന്ന് തന്നെ ഉണ്ടാവുന്ന നമ്മുടെ സ്നേഹം, അത് മാത്രമാണ് നമ്മുടെ കണ്ണന് വേണ്ടത്. അല്ലാണ്ട് ഒരിക്കലും മൂപ്പര് വിലപിടിപ്പുള്ള സ്വർണങ്ങൾക്കോ ആഭരണങ്ങൾക്കോ വേണ്ടിയിട്ട് ഒന്നും നമ്മളുടെ കൂടെ നിൽക്കുമെന്ന് വിചാരിക്കരുത്. അത് ഏറ്റവും വലിയ മണ്ടത്തരമാണ് അങ്ങനെ ചെയ്യുമെന്ന് വിചാരിക്കുന്നത്. നമ്മളുടെ വഴിപാടിൻ്റെ മഹത്വം കണ്ടിട്ട് നമ്മുടെ കണ്ണൻ നമ്മൾക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും സാധിച്ചു തരുമെന്ന് വിചാരിക്കുന്നത് ഏറ്റവും വലിയ മണ്ടത്തരമാണ്. മൂപ്പര് നോക്കുന്നത് നമ്മുടെ മനസ്സ് മാത്രമാണ്. അല്ലാണ്ട് നമ്മുടെ കയ്യിൽ എത്രയുണ്ടോ അതൊന്നുമല്ല നോക്കുന്നത്. അതൊന്നും മൂപ്പർക്ക് ആവശ്യമില്ല. അതൊക്കെ നമ്മൾക്ക് തന്നിരിക്കുന്നത് മൂപ്പര് തന്നെയാണ്. പിന്നെ അത് തിരിച്ചെന്തിനും മൂപ്പർക്ക് ആവശ്യം? നമ്മൾ ആരാണ് കണ്ണനോട് ഇത് തരാം അത് തരാം എന്ന് പറയാൻ വേണ്ടിയിട്ട്? നമ്മൾ ആരാണ്? ഇത്രയും വലിയ പ്രപഞ്ചം സൃഷ്ടിച്ചിട്ടുള്ള മൂപ്പരോട് നമ്മൾ എന്തിന് പറയണം? അതിന് മാത്രം അഹങ്കാരമായോ നമ്മൾക്ക്? നമ്മളുടെ സ്നേഹം മാത്രം മതി നമ്മുടെ കണ്ണന്. ആ സ്നേഹം കൊണ്ട് നമ്മൾ കൊടുക്കുന്നത് എന്തോ അതാണ് കണ്ണന് വിലപിടിപ്പുള്ളത്. അല്ലാണ്ട് സ്വർണമാണോ വെള്ളിയാണോ അതിനെത്ര തൂക്കുണ്ട് എന്നൊന്നല്ല മൂപ്പര് നോക്കണത്. നമ്മുടെ സ്നേഹത്താൽ, നമ്മൾക്ക് കണ്ണനോടുള്ള സ്നേഹം കൊണ്ട് നമ്മൾ എന്ത് കൊടുത്താലും, അതൊരു തുളസീൻ്റെ ഒരു ഇലയായാലും തുളസിമാലയായാലും, അതാണ് കണ്ണന് ഏറ്റവും വെളിപ്പെടുപ്പുള്ള സാധനം. അതിൻ്റെ മുമ്പിൽ കണ്ണന് വേറെ ഒന്നും വലുതല്ല. കുന്നിക്കുരുൻ്റെ കഥ കേട്ടിട്ടില്ലേ? ഒരിടത്തൊരു അമ്മ ഉണ്ടായിരുന്നു, ഒരു വയസ്സായ ഒരമ്മ. ആ അമ്മയ്ക്ക് ധനം ഒന്നും ഉണ്ടായിരുന്നില്ല, പാവപ്പെട്ട ഒരു അമ്മയായിരുന്നു. ആ അമ്മ ഗുരുവായൂർക്ക് വരുമ്പോൾ അവരുടെ വീടിൻ്റെ മുറ്റത്തുള്ള കുറച്ച് കുന്നിക്കുരൊക്കെ പറക്കിക്കൊണ്ടുവരും. എന്ത് കൊണ്ടുപോകണം കണ്ണന് എന്ന് അവർക്ക് അറിയില്ല. അവർക്കൊന്നും മേടിക്കാനുള്ള ധനവുമില്ല. അപ്പോഴാണ് അവർ മുറ്റത്ത് കിടക്കുന്ന കുന്നിക്കുരു കാണുന്നത്. അത് നല്ല രസമുണ്ടായിരുന്നു. ആ മണ്ണിൽ ഇങ്ങനെ ചുവന്ന കുന്നിക്കുരുകൾ ഇങ്ങനെ കിടക്കുന്നത് കണ്ടപ്പോൾ അവർക്ക് തോന്നി ഇത് നിൻ്റെ കണ്ണന് കൊണ്ടു കൊടുക്കാമെന്ന് തോന്നിയിട്ട് അവർ കുറച്ച് കുന്നിക്കുരു പറക്കിയിട്ട് വൃത്തിയാക്കിയിട്ട് കണ്ണന് കൊണ്ടുവരും, ഗുരുവായൂർക്ക് കൊണ്ടുവരും. ആ സമയത്ത് അന്നേ ദിവസമാണ് അവിടുത്തെ നാടുവഴി തൻ്റെ കുട്ടിയുടെ ചോറൂന്നിൻ്റെ അന്ന് ഒരു ആനേനെ നടക്കിയിരുത്തുന്നത്. അപ്പോഴാണ് ഈ നാടുവഴിൻ്റെ ഭടന്മാർ എല്ലാവരും ഇങ്ങനെ തിക്കും തിരക്കും കൂട്ടുന്ന സമയത്താണ് ഈ അമ്മ അവിടേക്ക് വരുന്നത്. അപ്പോൾ ആ ഭടന്മാർ ഇങ്ങനെ തട്ടിയപ്പോൾ അമ്മേൻ്റെ എല്ലാ കുന്നിക്കുരും അവിടെ താഴ്ത്ത് വീണു. ആ അമ്മയ്ക്കാണെങ്കിൽ ഭയങ്കര സങ്കടമായി. എന്നിട്ട് അവരവിടെ ഇരുന്നിട്ട് ആ കുന്നിക്കുരുവൊക്കെ ഇങ്ങനെ പറക്കിയെടുക്കുന്ന സമയത്താണ്, ആ സമയത്ത് നമ്മുടെ കണ്ണൻ അവിടെ വരും, ഒരു കുഞ്ഞി കുട്ടിയായിട്ട്. എന്നിട്ട് അമ്മേനെ കുന്നിക്കുരുവൊക്കെ പറക്കാൻ സഹായിച്ചിട്ട് ആ അമ്മയ്ക്ക് അതിൽ പൊതിയിൽ ആക്കി കൊടുക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ അമ്മേനെ ഇങ്ങനെ വേദനിപ്പിച്ചതിനുള്ള ശിക്ഷയും കണ്ണൻ ആ നാടുവഴിക്ക് കൊടുക്കും. ആ നാടുവഴിൻ്റെ കുട്ടിക്കാണെങ്കിൽ വയ്യാണ്ടാവും. ഏത് വൈദ്യരെ കാണിച്ചിട്ടും ഒരു ഗുണമില്ല. അപ്പോഴാണ് പ്രശ്നം വെച്ച് നോക്കും പറയണത്, ഇങ്ങനെ ഒരു അമ്മേനെ അവിടെ ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചിട്ട് വേദനിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്ന്. ആ പ്രശ്നം നോക്കി വെച്ചപ്പോൾ കണ്ണൻ പറഞ്ഞതാണ്, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എൻ്റെ ആ അമ്മ കൊണ്ടുവന്ന കുന്നിക്കുരുവാണ്, അല്ലാണ്ട് നീ കൊണ്ടുവന്ന ആനയൊന്നല്ല. അപ്പോൾ നമ്മുടെ കണ്ണന് എന്താ വേണ്ടത്? വലിയ വലിയ വഴിപാടുകളാണോ? അതോ വെറും ഒരു കുന്നിക്കൂര് നമ്മൾ കൊണ്ടെടുത്താലും അത് മതി നമ്മുടെ കണ്ണന്. നമ്മൾ സ്നേഹത്തോടു കൂടി എന്ത് കൊടുത്താലും കണ്ണൻ സ്വീകരിക്കും. ഭഗവത്ഗീതയിൽ കണ്ണൻ പറഞ്ഞിട്ടുള്ളതുപോലെ തുളസി ഇലയായാലും വെള്ളമായാലും എന്ത് വേണമെങ്കിലും നിവേദിച്ചാലും ഞാൻ അത് സ്വീകരിക്കുന്നതായിരിക്കുമെന്ന്. നമ്മൾക്ക് വഴിപാടുകൾ വിചാരിക്കാം, നമ്മൾക്ക്
നമ്മളുടെ സ്നേഹം കൊണ്ട്, നമ്മളുടെ കണ്ണനോടുള്ള സ്നേഹം കൊണ്ട് നമ്മുടെ എന്തെങ്കിലും കാര്യം സാധിച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ, നമ്മൾ അത്രയും ആഗ്രഹിച്ച ഒരു കാര്യം നമ്മുടെ കണ്ണൻ സാധിച്ചു തന്നാൽ, നമ്മൾക്ക് ആ ഒരു സന്തോഷം കൊണ്ട് നമ്മൾക്ക് നമ്മുടെ കണ്ണന് എന്തെങ്കിലും സമ്മാനം മേടിച്ചു കൊടുക്കാം. അത് അങ്ങനെയായിരിക്കണം. ആ സ്നേഹം കൊണ്ട് നമ്മൾ കണ്ണിന് ഒരു സമ്മാനം മേടിച്ച് ആ ഒരു സന്തോഷം നമ്മളുടെ കണ്ണിനായിട്ട് നമ്മൾ പങ്കിടുന്നു. ആ ഒരു ഭാവത്തോട് കൂടിയിട്ട്, ആ ഒരു ഭാവത്തോട് കൂടി മാത്രമേ നമ്മൾ കണ്ണിന് എന്തും കൊടുക്കാൻ പാടുള്ളൂ. അല്ലാണ്ട് എൻ്റെ കാര്യം സാധിച്ചതിന് നിനക്ക് ഞാനിത് തരാം എന്നൊരു ഭാവം ഒരിക്കലും അവിടെ പാടില്ല. ഒരാളുടെ ഒരു കാര്യം നടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ണിനോട് പറയണം, ഇന്നത് നടത്തിയാൽ ഞാൻ ഇന്നത് തരാം എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഉണ്ടാവുന്ന ഒരു ഭാവം എന്താണ്? അവിടെ വിലപേശലാണ്. കണ്ണനെ എന്തെങ്കിലും കാണിച്ച് മോഹിപ്പിച്ചിട്ട് നമ്മൾ നടത്തി തരാൻ വേണ്ടിയിട്ട് കണ്ണനോട് പറയുകയാണ്. കണ്ണൻ എന്താ ഇതിൽ ഭ്രമിച്ചിരിക്കുന്ന ആളാണോ നമ്മളുടെ കയ്യിലുള്ള സാധനങ്ങൾ കണ്ടിട്ട്? വേറെ ഒരു ആള് അവരുടെ കാര്യം നടന്നു കഴിഞ്ഞാൽ കണ്ണനോട് ആ ഒരു സന്തോഷം കൊണ്ട്, ആ ഒരു സ്നേഹം കൊണ്ട് കണ്ണന് സമ്മാനം മേടിച്ചു കൊടുക്കുന്നു. എന്നിട്ട് കണ്ണനോട് പറയുന്നു, എൻ്റെ കാര്യം നടന്നു കണ്ണ എന്ന് പറഞ്ഞിട്ട് ആ ഒരു സന്തോഷത്തിൽ നിനക്ക് ഇതാ ഒരു സമ്മാനം എന്ന് പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ ഉണ്ടാവുന്ന ഭാവം എന്താണ്? സ്നേഹമാണ്. ഇവിടെ നമ്മൾ ഒരിക്കലും കണ്ണനോട് വിലപേശുന്നില്ല. ആ ഒരു ഭാവമാണ് നമ്മൾക്ക് വേണ്ടത്. നമ്മൾ ഒരിക്കലും നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞിട്ട് കണ്ണനോട് ഇന്നത് തരാമെന്ന് പറയേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ നമ്മുടെ കണ്ണനോട് നമ്മൾക്കത് പറയാം. ഇന്നത് എനിക്ക് എൻ്റെ ആവശ്യമുണ്ട്, ഇങ്ങനെ അത് നടത്തി തരണം, നല്ലതാണെങ്കിൽ നടത്തി തരണം എന്ന് നമ്മൾക്ക് നമ്മുടെ കണ്ണനോട് പറയാം. എന്നുവെച്ച് നടത്തി തരാൻ വാശി പിടിക്കരുത്. കാരണം നമ്മളുടെ കണ്ണിന് അറിയാത്തതായിട്ട് ഒന്നുമില്ല. ആ കാര്യം നമ്മൾക്ക് നമ്മുടെ കണ്ണിൽ നല്ലതായിരിക്കും, പക്ഷെ നല്ലതായിരിക്കണം എന്നില്ല. അതുകൊണ്ട് നമ്മുടെ കണ്ണിന് അറിയാത്തതായിട്ട് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ കണ്ണനോട് ആവശ്യപ്പെടാൻ പാടുള്ളൂ. എന്നിട്ട് എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ കണ്ണന് എന്തെങ്കിലും ഒരു വഴിപാട് കൊടുക്കുക. നമ്മൾ ആ വഴിപാട് കൊടുക്കുമ്പോൾ എന്താണ് ഭാവം? നമ്മുടെ ആ സ്നേഹം, അതാണ് കണ്ണന് വേണ്ടത്. അല്ലാണ്ട് ഞാൻ ഇത്രയും വലിയ വിലപിടിപ്പുള്ള സമ്മാനമാണല്ലോ കണ്ണന് കൊടുക്കുന്നത് എന്നുള്ളൊരു അഹങ്കാരഭാവം ഒരിക്കലും വരരുത് അവിടെ. ഇപ്പം നമ്മുടെ കുരൂരമ്മയായാലും പൂന്താനായാലും അവരുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? എന്നിട്ടും കണ്ണ് അവരുടെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നില്ലേ? അവർക്ക് വലിയ വലിയ സമ്മാനങ്ങൾ കൊടുക്കാനുള്ള ധനമോ സ്വത്തോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവരുടെ കയ്യിലുണ്ടായിരുന്നോ? ഇല്ല. കണ്ണനാണെങ്കിലോ കുരൂരമ്മേൻ്റെ ഒരു സഹായിയായിട്ട് കണ്ണൻ എപ്പോഴും കുരൂരമ്മേൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇതൊക്കെ കണ്ണൻ എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടാണോ? ആ കുരൂരമ്മേൻ്റെ സ്നേഹം മാത്രമാണ് കണ്ണന് വേണ്ടത്. അത് മാത്രം പ്രതീക്ഷിച്ചിട്ടാണ് കുരൂരമ്മേൻ്റെ കൂടെ കണ്ണൻ ഉണ്ടായിരുന്നതും പൂന്തനത്തിൻ്റെയും കൂടെ കണ്ണൻ ഉണ്ടായിരുന്നത്. അല്ലാണ്ട് വേറെ ഒന്നും മൂപ്പർക്ക് ആവശ്യമില്ല. കാരണം ബാക്കിയുള്ളതെല്ലാതും മൂപ്പര് നമ്മൾക്ക് തരുന്നതല്ലേ. പിന്നെ എന്തിനാ അത് തിരിച്ച് നമ്മളുടെ കണ്ണൻ നമ്മളിൽ നിന്ന് അത് ചോദിക്കുന്നത്? അത് ഒരിക്കലും മൂപ്പർക്ക് ആവശ്യമില്ല. നമ്മുടെ സ്നേഹം, നമ്മുടെ നിഷ്കളങ്കമായ ഭക്തി, അത് മാത്രം മതി. ഇനി ഭക്തിയില്ലേ, അതും വേണമെന്നില്ല. ഭയവും ഭക്തിയും ബഹുമാനവും ഒന്നും നമ്മുടെ കണ്ണന് വേണമെന്നില്ല. നമ്മുടെ കണ്ണന് വേണ്ടത് സ്നേഹം മാത്രമാണ്. അവിടെ ഭക്തി ഇല്ലെങ്കിലും ഒരു പ്രശ്നമില്ല. നമ്മുടെ സ്വന്തം ഒരാളായിട്ട് നമ്മുടെ കണ്ണിനെ കണ്ടിട്ട് നമ്മൾ നമ്മുടെ കണ്ണിനെ നമ്മുടെ കൂടെ കൂട്ടുക, അതാണ് വേണ്ടത്. ഓരോ നിമിഷവും നമ്മൾ നമ്മുടെ കണ്ണിനെ ഓർക്കുക. എന്തെങ്കിലും നല്ലത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ നമ്മുടെ കണ്ണിനെ ഓർക്കുക, നന്ദി പറയുക. എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് വേണമെങ്കിലും അപ്പോഴും കണ്ണിനെ ഓർക്കുക, കണ്ണിനോട് ആവശ്യപ്പെടുക. ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ, വിഷമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അപ്പോഴും നമ്മുടെ കണ്ണിനോട് നമ്മൾ കാര്യങ്ങളൊക്കെ പറയുക. ഇതിങ്ങനെയാണ് വേണ്ടത്. എന്തുണ്ടായാലും നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ടായാലും നമ്മുടെ കണ്ണിനെ ഓർക്കുക. ഓരോ നിമിഷവും നമ്മുടെ കണ്ണിനെ ഓർക്കണം. അങ്ങനെ ഓരോ നിമിഷവും നമ്മുടെ കണ്ണിനെ ഓർത്തുകൊണ്ടിരിക്കാൻ പറ്റുമോ? വേറെ പണിയില്ലേ എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. പക്ഷേ ഒരു കാര്യം നോക്കി നോക്കൂ, നമ്മുടെ സ്വന്തം ആൾക്കാർ, നമ്മുടെ ഭർത്താവോ നമ്മുടെ മക്കളോ നമ്മുടെ അച്ഛനോ അമ്മയോ ഇവരെക്കുറിച്ചൊക്കെ നമ്മൾക്ക് എപ്പോഴും മനസ്സിലൊരു ചിന്ത ഉണ്ടാവില്ലേ? നമ്മൾ എന്ത് പണിയുണ്ടെങ്കിലും നമ്മൾക്ക് ഇവരെയും കുറിച്ചിട്ടൊരു ധാരണ ഉണ്ടാവില്ലേ എപ്പോഴും മനസ്സിൽ? അതേപോലെ തന്നെ നമ്മുടെ കണ്ണെന്ന് പറയുന്നത് നമ്മുടെ കൂടെയുള്ള ഒരാൾ തന്നെയല്ലേ. നമ്മുടെ മകനോ നമ്മുടെ അച്ഛനോ സഹോദരനോ കാമുകനോ അങ്ങനെ എന്തെങ്കിലും ഒരു സ്ഥാനം നമ്മുടെ കണ്ണിന് നമ്മൾ കൊടുത്തിട്ടില്ലേ? അപ്പോൾ നമ്മളുടെ കണ്ണിനെ എപ്പോഴും നമ്മൾ ഓർക്കണ്ടേ? എന്തുണ്ടായാലും നമ്മുടെ കണ്ണിനെ നമ്മൾ ഓർക്കണ്ടേ? അങ്ങനെയാണ് നമ്മൾക്ക് വേണ്ടത് കണ്ണിനോടുള്ളത്. ആ ഒരു സ്നേഹം എപ്പോഴും നമ്മുടെ മനസ്സിൽ നമ്മുടെ കണ്ണൻ അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് എന്തുണ്ടെങ്കിലും നമ്മുടെ കണ്ണൻ നോക്കിക്കോളും നമ്മുടെ എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ നാരദരുടെ ഒരു കഥ കേട്ടിട്ടില്ലേ? നാരദർ വന്നിട്ട് കണ്ണനോട് ചോദിച്ചു, അങ്ങേക്ക് ഈ
വലിയ തപസ്സൊക്കെ ചെയ്ത് ഏത് നേരം ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന സന്യാസിമാരെയാണോ അതോ ഗൃഹസ്ഥനായ ഒരു ആളുടെ പ്രാർത്ഥനയാണോ, ഏതാണ് അങ്ങേക്ക് പ്രിയപ്പെട്ടതെന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ കണ്ണൻ എന്താ പറഞ്ഞത്? ഗൃഹസ്ഥനായ ഒരു ആളുടെ പ്രാർത്ഥനയാണ് എനിക്ക് ഏറ്റവും വിശേഷപ്പെട്ടതെന്ന്. അപ്പോൾ നാരദൻ പറഞ്ഞു, അതെങ്ങനെയാ ശരിയാവുക? അവരാണെങ്കിൽ എപ്പോഴെങ്കിലും അങ്ങയെ പ്രാർത്ഥിക്കുന്നുള്ളൂ. പക്ഷേ ഈ സന്യാസിമാരെന്നൊക്കെ പറയുന്നത് ഏത് നേരം തപസ്സും ധ്യാനമൊക്കെ ആയിട്ടിരിക്കുന്ന ആൾക്കാരല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ വിഷ്ണു ഭഗവാൻ നാരദന് ഒരു പാത്രം കൊടുത്തു. അതിലാണെങ്കിൽ നിറച്ച് എണ്ണയായിരുന്നു. ആ പാത്രം തലയിൽ വെച്ചിട്ട് വൈകുണ്ഠം ഒരു പ്രാവശ്യം ചുറ്റിയിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ നാരദനാണെങ്കിൽ ഒരു പ്രാവശ്യം വലം വെച്ച് വന്നു വൈകുണ്ഠം. അപ്പോൾ കണ്ണൻ ചോദിച്ചു, ഇപ്പോൾ നാരദൻ ഒരു പ്രാവശ്യം വൈകുണ്ഠം വലം വെച്ച് വന്നപ്പോൾ എത്ര പ്രാവശ്യം എന്നെ നാരായണ നാരായണ എന്ന് വിളിച്ചു എന്ന് ചോദിച്ചു. കാരണം നാരദൻ എന്ന് പറയുന്നത് ഏത് നേരം നാരായണ വിളിച്ച് നടക്കുന്ന ആളല്ലേ. അപ്പം നാരദൻ പറഞ്ഞു, ഒരു പ്രാവശ്യം പോലും വിളിച്ചില്ല. എങ്ങനെ വിളിക്കാനാണ്? എൻ്റെ ശ്രദ്ധ മൊത്തം ഈ എണ്ണ താഴ്ത്തോട്ട് പോകുമോ, എൻ്റെ കയ്യിൽ നിന്ന് തുളുമ്പി പുറത്തോട്ട് പോകുമോ എന്നുള്ളതായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ വിഷ്ണു ഭഗവാൻ പറഞ്ഞു, ഇത് തന്നെയാണ് എനിക്ക് നിനക്ക് കാണിച്ചു തരേണ്ടത്. ആ ഗൃഹസ്ഥനാണെങ്കിലോ എന്തെല്ലാം കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യാനുണ്ട്, അതെല്ലാതും ചെയ്യുമ്പോഴും എനിക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റി വയ്ക്കുന്നുണ്ട്. സ്വന്തം കർമ്മങ്ങളും ചെയ്യുന്നുണ്ട്, എന്നെ ഓർക്കണമുണ്ട്. പക്ഷെ സന്യാസിമാരെന്ന് പറയണതോ ഏതു നേരം ധ്യാനമാണ്. അവർക്കാണെങ്കിൽ ഇതുപോലെ കുടുംബം നോക്കണമെന്നോ കുറേ പണി ചെയ്തിട്ട് ആ കുടുംബത്തിലുള്ള ആൾക്കാർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുകയോ അങ്ങനെയൊന്നും അവർക്കില്ല. അവരെന്ന് പറയുന്നത് ഒറ്റപ്പെട്ടതാണ്, അവർക്ക് കുടുംബം ഇല്ല. അപ്പോൾ അവർക്ക് കുടുംബത്തിൻ്റെ കാര്യം നോക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഒരു ഗൃഹസ്ഥന് കുടുംബത്തിൻ്റെ കാര്യം നോക്കണം. അയാൾ ജോലി ചെയ്തിട്ട് വേണം അയാളുടെ കുടുംബത്തിന് കഴിയാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ള ആ അവസ്ഥയിൽ പോലും അയാൾ എന്നെ ഓർക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് അതല്ല വിശേഷപ്പെട്ടത് എന്ന് ചോദിക്കും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും നമ്മുടെ കണ്ണിനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുക. എപ്പോഴും നമ്മുടെ മനസ്സിൽ നമ്മുടെ കണ്ണുണ്ടാവട്ടെ. എന്ത് കാര്യമായാലും നമ്മുടെ മനസ്സിൽ നമ്മുടെ കണ്ണിങ്ങനെ കിടന്ന് കളിക്കണം ഏത് നേരവും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും നമ്മൾക്ക് അതൊക്കെ തരണം ചെയ്യാനുള്ള ഒരു കരുത്ത് നമ്മൾക്ക് വരും. നമ്മുടെ കണ്ണിനെ ഒരിക്കലും വിലയ്ക്ക് മേടിക്കാമെന്ന് വിചാരിക്കേണ്ട. അതിന് മൂപ്പര കിട്ടിയില്ല. മൂപ്പര വിലയ്ക്ക് മേടിക്കാൻ ഒരിക്കലും പറ്റില്ല. മൂപ്പര പിന്നെ നമ്മൾക്ക് സ്നേഹം കൊടുത്തിട്ട് മേടിക്കാം. സ്നേഹം എവിടെ കണ്ടോ മൂപ്പർ അതിൻ്റെ കൂടെ വരും, അതിൻ്റെ പിന്നാലെ വരും. അതാണ് മൂപ്പരുടെ സ്വഭാവം. എത്രത്തോളം നമ്മൾ സ്നേഹം കണ്ണിന് കൊടുക്കണോ അത്രത്തോളം നമ്മുടെ കൂടെ കണ്ണുണ്ടാവും. യശോദാമ്മേൻ്റെ ഒക്കെ അവസ്ഥ കണ്ടിട്ടില്ലേ? കണ്ണനാണെങ്കിൽ ഇത്രയും വലിയ പ്രപഞ്ചം ഉണ്ടാക്കിയിട്ടില്ല നമ്മുടെ കണ്ണനെ എന്തിൻ്റെ പേടി? എത്ര അസുരന്മാരെ കൊന്നിരിക്കുന്നു, എത്ര ജന്മങ്ങൾ എടുത്തിരിക്കുന്നു, നരസിംഹമായിട്ട് അവതരിച്ചിരിക്കുന്നു. അത്രയും ഭയാനകമായ രൂപമാണ് നരസിംഹത്തിൻ്റെ. എന്നിട്ട് ഹിരണ്യകശിപുവിനെ ഒരു ഭയാനകമായ രീതിയിലാണ് കൊന്നിട്ടുള്ളത്. എന്നിട്ട് ആ നരസിംഹമായിട്ട് അവതരിച്ച ആളാണ് കുഞ്ഞി കൃഷ്ണനായിട്ട് യശോദാമ്മേൻ്റെ കയ്യിലുള്ള വടി കണ്ട് പേടിച്ചോടിയത്. എന്തിന് അങ്ങനെ പേടിച്ചോടേണ്ട ആവശ്യം എന്തുണ്ടായിരുന്നത്? മൂപ്പരാരാ? എന്നിട്ടും അങ്ങനെ പേടിച്ചോടിയത് എന്തിനാ? യശോദാമ്മേൻ്റെ മകനാണ്. അപ്പോൾ യശോദാമ്മേൻ്റെ സ്നേഹത്തിൻ്റെ ബന്ധനത്തിലാണ് നമ്മുടെ കണ്ണൻ. അപ്പോൾ മൂപ്പര് ആ ഒരു രീതിയിലായിരിക്കും യശോദാമ്മയോട് പെരുമാറുക. സ്വന്തം യശോദാമ്മേൻ്റെ സ്വന്തം മകനായിട്ട് എങ്ങനെയാണ് ഒരു കുട്ടി അമ്മമാരോട് പെരുമാറുന്നത് അതേപോലെ എല്ലാം മറന്നിട്ടാണ് നമ്മുടെ കണ്ണൻ ഒരു കുഞ്ഞു കുട്ടിയായിട്ട് വൃന്ദാവനത്തിൽ ജീവിച്ചു പോകുന്നത്. അതെന്തുകൊണ്ടാണ്? അവിടെയുള്ള എല്ലാവരുടെയും ആ സ്നേഹത്തിൻ്റെ ബന്ധനത്തിൽ മൂപ്പർ പെട്ടത് കൊണ്ട്. മൂപ്പരെ തളയ്ക്കാൻ സ്നേഹം കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. ഇനി ഞാനൊരു വേറെ കഥ പറയാം. ഒരിടത്തൊരു ഇറച്ചി വിൽക്കുന്ന ഒരാളുണ്ടായിരുന്നു. അയാളാണെങ്കിൽ വലിയൊരു കൃഷ്ണഭക്തനായിരുന്നു. ഏതു നേരം അയാളുടെ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും ആ ഇറച്ചി വെട്ടുക, ഇറച്ചി നന്നാക്കുക, ഇറച്ചി വിൽക്കുക, ഇതൊക്കെയായിരുന്നു അയാളുടെ പണി. എങ്കിൽ പോലും അയാൾക്ക് കൃഷ്ണനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഏതു നേരം കണ്ണൻ്റെ നാമങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ആളായിരുന്നു. എന്ത് പണി ചെയ്യുകയാണെങ്കിലും കണ്ണൻ അയാളുടെ മനസ്സിൽ കളിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള ആളായിരുന്നു. അയാൾക്ക് ഒരിക്കൽ സാലിഗ്രാമം കിട്ടി. സാലിഗ്രാമം പറഞ്ഞാൽ അറിയാമല്ലോ, ആ കല്ലെന്ന് പറയുന്നത് സാക്ഷാൽ വിഷ്ണു ഭഗവാനാണ്. ആ സാലിഗ്രാമിൻ്റെ കല്ല് അയാൾക്ക് കിട്ടി. പക്ഷെ അയാൾക്ക് ഇതറിയില്ലായിരുന്നു ഇത് സാലിഗ്രാമാണെന്ന്. അത്രയും ഒരു നിഷ്കളങ്കനായിരുന്നു ആ ആള്. അയാൾക്കിത് സാലിഗ്രാമാണ്, ഇത്ര വിശേഷപ്പെട്ട കല്ലാണ്, ഒന്നും അയാൾക്ക് അറിയില്ലായിരുന്നു. അയാൾക്ക് ആ കല്ല് കിട്ടിയപ്പോൾ അയാൾ എന്ത് വിചാരിച്ചു? ഇറച്ചി തൂക്കാൻ ത്രാസിലിടാൻ ഒരു കല്ലായി എന്ന് വിചാരിച്ചു. എന്നിട്ട് അതിന് വേണ്ടിയിട്ട് തന്നെയാണ് അയാൾ ഉപയോഗിച്ചിരുന്നത്. ഇറച്ചി തൂക്കാൻ വേണ്ടിയിട്ട്
ക്ലാസ്സിൽ ആ കല്ല് ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരിക്കൽ അതിലൂടെ ഒരു സന്യാസി പോകുന്നത്. അയാൾ അത് കണ്ടപ്പോൾ, ആ ക്ലാസ്സിൽ കിടക്കുന്നത് സാലിഗ്രാമാണെന്ന് കണ്ടപ്പോൾ അയാൾക്ക് മനസ്സിലായി ഈ ഇറച്ചി വെട്ടുകാരന് ഈ സാധനം എന്താണെന്ന് അറിയില്ല, അതിൻ്റെ മഹത്വം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടില്ല എന്ന് അയാൾക്ക് മനസ്സിലായി. ആ സന്യാസിക്ക് മനസ്സിലായി. സന്യാസി ഈ ഇറച്ചി വിൽപ്പനക്കാരനോട് ചോദിക്കും, ആ കല്ല് എനിക്ക് തരുമോ എന്ന് ചോദിക്കും. അപ്പോൾ ഈ ആളാണെങ്കിൽ ഒരു നിഷ്കളങ്കനായിരുന്നല്ലോ, അതും ഇത്ര വലിയ സന്യാസിക്ക് വന്ന് ചോദിക്കുമ്പോൾ എങ്ങനെ കൊടുക്കാണ്ടിരിക്കുക? പിന്നെ ഇതൊരു വെറും ഒരു കല്ലല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് അത് ആ സന്യാസിക്ക് കൊടുക്കും. സന്യാസിയാണെങ്കിലോ ആ കല്ല് കൊണ്ടുപോയിട്ട് കഴുകി വൃത്തിയാക്കി ശുദ്ധമാക്കിയിട്ട് ആ കല്ലിനെ പൂജിക്കാനും നിവേദിക്കാനൊക്കെ തുടങ്ങും. ഓരോന്ന് കൊണ്ടുവന്ന് നിവേദിക്കലും വലിയ വലിയ പൂജകളൊക്കെ നടത്തും. പക്ഷേ ആ സന്യാസിക്ക് അന്ന് രാത്രി സ്വപ്നദർശനം ഉണ്ടായി. അതിൽ കണ്ണൻ പറഞ്ഞു ആ സന്യാസിയോട്, എനിക്ക് ഇവിടെ വന്നിട്ട് വിമിഷ്ടം എടുക്കുന്നു, എനിക്ക് എൻ്റെ ഭക്തൻ്റെ അടുത്തോട്ട് തിരിച്ചു പോകണം. അത് ഒരു ഇറച്ചി വിൽക്കുന്ന ഒരു ആളാണ്, അവിടെ ഇറച്ചിൻ്റെ മണമാണ്, അത്ര അശുദ്ധമായിരിക്കുന്ന സ്ഥലമാണ്. എങ്കിൽ പോലും ആ ആള്, അയാൾക്ക് നിഷ്കളങ്കമായ ഭക്തിയാണ്, അയാൾക്ക് എന്നോട് ഭയങ്കര സ്നേഹമാണ്, അയാളുടെ ആ സ്നേഹത്തിന് മുമ്പിൽ ഞാൻ തോറ്റുപോവുകയാണ്. അതുകൊണ്ട് എനിക്കത് എത്ര അശുദ്ധമായ സ്ഥലമാണോ എന്താണോ ഒന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല, എനിക്ക് അയാളുടെ കൂടെ നിന്നാൽ മതി, എനിക്ക് ഈ വലിയ വലിയ പൂജകളും നിവേദ്യങ്ങളും ഒന്നും എനിക്ക് വേണ്ടെന്ന് പറയും. അങ്ങനെ ആ സന്യാസി പിറ്റേ ദിവസം തന്നെ ആ സാലിഗ്രാമം എടുത്തിട്ട് ആ ഇറച്ചി വിൽപ്പനക്കാരന് കൊണ്ടുകൊടുക്കുകയും ചെയ്യും. അതിൻ്റെ മഹത്വം എന്താണെന്ന് അയാൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യും. അയാൾക്കാണെങ്കിലോ ഇത് കിട്ടി, ഇങ്ങനെയൊക്കെ സ്വപ്നദർശനം ഉണ്ടായതൊക്കെ അറിഞ്ഞപ്പോൾ അയാൾക്കാണെങ്കിൽ വലിയ സന്തോഷമായി. കണ്ണന് അയാളുടെ കൂടെയല്ലേ നിൽക്കേണ്ടത്. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ കണ്ണൻ്റെ കാര്യം. നമ്മൾ സ്നേഹിക്കുക, എപ്പോഴും നമ്മുടെ മനസ്സിൽ നമ്മുടെ കണ്ണനിനെ ഓടിക്കളിച്ച് നടക്കട്ടെ. എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും നമ്മൾക്ക് അതൊക്കെ തരണം ചെയ്യാനുള്ള ഒരു ശക്തി നമ്മൾക്ക് ഉണ്ടാവും. ഒരു കരസ്പർശം, ആ ഒരു കരസ്പർശം നമ്മൾക്ക് അനുഭവപ്പെടും. നമ്മുടെ കണ്ണനെ, ഈ പ്രപഞ്ചം മുഴുവൻ താങ്ങിയിരിക്കുന്ന നമ്മുടെ കണ്ണന് നമ്മളെ താങ്ങാൻ പറ്റില്ല എന്നാണോ വിചാരിക്കുന്നത്? നമ്മുടെ കണ്ണന് നമ്മളെ താങ്ങാൻ പറ്റും. നമ്മുടെ കണ്ണ് നമ്മുടെ കൂടെ ഉണ്ടാവുകയും ചെയ്യും. അതിന് നമ്മുടെ കണ്ണനോട് നമ്മൾക്ക് സ്നേഹം മാത്രം ഉണ്ടായാൽ മതി, വേറെ ഒന്നും വേണമെന്നില്ല. നമ്മുടെ കണ്ണൻ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് സ്നേഹം മാത്രമാണ്. അപ്പോൾ എൻ്റെ ഗോപികോപന്മാർക്ക് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയണം കേട്ടോ, കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം കാണുന്നവരെ രാധേ കൃഷ്ണ.